ഇത് പതിവില്ലാത്തതാണല്ലോ. വാ വാ വാ, ഇരിക്കെ. എന്താ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഇരിക്കെ. നിങ്ങൾ കാര്യം പറയേ, വെറുതെ എന്നെ വിളിച്ചു വരത്തില്ലല്ലോ. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, തോമ പോരും. എടാ, നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മളത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. സങ്കടം വരുമ്പോൾ ഒറ്റയ്ക്ക്. അതാണ് അതിൻ്റെ ഒരു ശരി. നിങ്ങൾക്ക് സന്തോഷാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ? നിങ്ങൾ കാര്യം പറയും. നമുക്കിട്ട് പണി തന്നവർക്ക് തിരിച്ചങ്ങോട്ടൊരു പണി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാടാ ശരിക്കുള്ള സന്തോഷം. അത് ഇരട്ടിയാടാ. കമല, കമല, കമല. ഏൻ ഡിലേ? ചങ്ങാട അപ്പുറത്തുനിന്ന് വരണം, ടൈം എടുക്കും. ഒന്നുമില്ല സാർ, സാർ ധൈര്യമായിട്ട് ഇറങ്ങോ. സംഘാട ഉടനെ വരും. പിന്നെ സഫറിൻ്റെ അടുത്ത് ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവ ഇന്ന് തന്നെ റെഡിയാക്കും. ரொம்ப ഷൂഡ് ചെയ്യുന്ന സഫർ. ആള് പാവാ, ഒടുക്കത്തെ പിശുക്കനാണെന്നേ ഉള്ളൂ. കുളിക്കണ സോപ്പ് മുതൽ ഐഫോൺ വരെ ഹോൾസെയിലായിട്ട് ഡസൻ കണക്കിന് എടുക്കും. എന്നിട്ട് നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കുകയും ചെയ്യും. അതെന്നെ ഡസൻ കണക്ക്? ഒന്നുമില്ലേ, നമ്മ സഫറിന്റെ കാര്യം താൻ சொன்னது. ഇപ്പൊ ഡസൻ കണക്കിൽ എടുത്തിട്ട് ഒരുത്തൻ കിളമ്പിരിക്കാം. ഇതുവരെയ്ക്ക് 4 കേസായിരിച്ച്. സഫറിനെ ഒന്ന് നോക്കി വെച്ച സാറേ, കാശ് തരാന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ടീമാണ്. സംഘാടം വന്നില്ല സാർ. பியூட்டிஃபுல் பிளேஸ். இங்க ரிசார்ட் வந்துச்சுன்னா விசிட்டர்ஸ் வர்றதுக்கு கஷ்டமா இருக்காது? போட் சர்வீஸ் பிளான் பண்ண போகிறேன். ஓடங்கூட எக்ஸைட்டிங் தான். சிட்டி பிரெட் ராஸ்கல்ஸ்க்கு சேல் பண்ணுறதுக்கு ரொம்ப ஈஸியாக இருக்கும். ரிசோர்ட் ஒன்றும் இப்போ இல்லையே. இப்போ இந்த ரெஜிஸ்ட்ரேஷன் மட்டும் முடியட்டும். இதுக்கு சுற்றும் சில கவர்மெண்ட் ப்ராஜெக்ட்ஸ் பைப் லைனில் இருக்குது. அதுக்கப்புறம் மட்டும்தான் நாங்கள் ரிசோர்ட்டுக்கு மூவ் பண்ணுறோம். அதுதான் சேஃபு. உங்களுக்கு ஒன்றுமே வராது. கவர்மெண்ட்டுக்கு என்ன, காடாவது கடலாவது எல்லாமே பாலிடிக்ஸ் தான். We are also politics. കമല, കമല. അതെ, ഇതെന്ത് പരിപാടിയാ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിനാ? കാർഡിന് എന്തിനാ പേടിക്കുന്നത്? ഇവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോ? BSNL ഹിന്ദുസ്ഥാൻ ബോൾ രഹാ ഹൈ. എന്തത്? മേക്കിംഗ് മെമ്മറീസ്. പരിചയമില്ലാത്ത വഴിയിലൂടെ വണ്ടി ഓടിച്ച്, പരിചയമില്ലാത്ത കാട്ടിലൂടെ നടന്ന് നമ്മളിവിടെ എത്തിയില്ലേ? നോക്കി, അതിൻ്റെ ഓർമ്മയ്ക്ക് ഈ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതാ. ഇവിടെ നിന്നിങ്ങനെ മെയിൻ റോഡെത്തും. വഴിയൊക്കെ താനെ തെളിഞ്ഞു വരും. ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാടുള്ളൂ. അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ മരവും തനിച്ച. അത് ശരിയാണല്ലോ. ഞാനിത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. വന്ന വഴിക്ക് തന്നെ തിരിച്ചു കിടക്കാം. അതായിട്ടോ സേഫ്. വാ. மூப்பு ஓபி போயிருக்காரு, வந்ததான் என்ன ஒன்று சொல்ல முடியும் சார். இப்படி சொன்னா எப்படி? எங்க டைமுக்கு மதிப்பு இல்லையா? மூப்பர் இப்போ வருவார். அது வரைக்கும் சார் ஒரு வீடியோ பாருங்க. வீடியோ அண்ணாங்கட்டி. எல்லாரும் நல்லா கேட்டுக்க. இவங்கிட்ட நீங்க பணம் வாங்கினது உண்மைனா உங்க இடத்த காலி பண்ணிட்டு போறதா நியாயம். முடியாது. அப்படி சொன்னா எப்படியா? இந்த பாரு, ரெஜிஸ்டர் ஆஃபீஸ்லேருந்து போக வேண்டாம். ஆஃபீஸே இங்கே வந்திருக்கா. இந்த ஃபைலில் ஒரு சைன் மட்டும் போட்டால் போதும். സൈൻ பண்ணாலும் உடனே இங்கேருந்து மாற தேவையில்லை. டவுனில் புது ஊர் பண்ணதுக்கப்புறம் 6 மாதத்துக்குள்ளே மாறியா போதும். முடியாதுன்னு சொல்லிட்டான்ல. அப்படின்னா இவங்கிட்ட வாங்கின காசை திருப்பி கொடுங்க. மேட்ரு முடியட்டும். கொடுக்குறேன். எப்போ தரும்? நாளைக்கு கொடுக்குறேன். காலையில் வந்து வாங்கிட்டு போங்க. சும்மா சொன்னா மட்டும் போகாது. சொன்ன மாதிரி நடந்துக்கிறேன், இல்லை சிக்கலாயிரும். சார், ஒரு வார்த்தை சொன்னது தான். உங்கள் பணம் நாளைக்கு கிடைக்கும். ஆனால் பூமி கிடைக்காது.
போதுமா சார்? என் சஃபர்னு விളിച്ചേ. இதெல்லாம் முதல்ல பேசி ஃபிக்ஸ் பண்ண மாட்டீங்களா? ஏன் டைம் வேஸ்ட் ஆகுதுல்ல? പണ്ടാരം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. சும்மா விளையாடாதீங்க, விஷயம் வேற மாதிரி போயிடும். இது எங்கள் காடு. இங்கே ராசாவும் இல்லை, போலீஸும் இல்லை. இங்கே வந்து எங்களை மிரட்டிட்டு ஒருத்தன் கூட உயிரோடு திரும்ப போக முடியாது. பார்க்கணுமா? അത് നിങ്ങൾ തകർത്തല്ലോ. ആ രവിക്ക് ഇങ്ങനൊരു പണി കിട്ടേണ്ടത് ആവശ്യം. എൻ്റെ ഈ സ്ഥലത്ത് റെയ്ഡ് നടത്തിയിട്ട് ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിണ്ടാവുമാരെന്നെ മറക്കാൻ പറ്റുമോ? ഇതറിഞ്ഞ ആ തോമ പാഞ്ഞു വരും. വെള്ളം അടിക്കാന്ന് വെച്ചിട്ട് അവൻ മുങ്ങിയത്. വേണ്ട, ഉള്ളവർ മതി. അത്രയുള്ളൂ മനുഷ്യന്മാര്. ആ സഫറിനെ ഈ രവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതേ ഈ ഞാനാ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കച്ചവടം വന്നപ്പോൾ എന്നോടൊരു വാക്ക് പറയാതെ അവൻ അവന്മാരോടൊപ്പം കൂടി. അവൻ അല്ലെങ്കിൽ ഒരു നെറിയില്ലാത്തവനാ. തന്തയും തള്ളയില്ലാതെ വളർന്നതല്ലേ. അതിന്റെ ഗുണം കാണിക്കാതിരിക്കൂ. ഇനി ഞാൻ ഡ്രൈവ് ചെയ്യണ്ടല്ലോ. ഓടിച്ചു. വന്ന സ്പീഡിൽ തന്നെ ഓടിച്ചാ പെട്ടെന്ന് തിരിച്ചെത്താം. മറ്റേ ഡീലിൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ. കാട്ടിലെന്താ റിയൽ എസ്റ്റേറ്റ്? ഇവിടുത്തെ കുറച്ച് ട്രൈബൽസ് അവരുടെ സ്ഥലം കൊടുത്ത് ടൗണിലോട്ട് പോകാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. ഞാനത് ഫെസിലിറ്റേറ്റ് ചെയ്തത്. അതെൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. ഓ, ബിസി പീപ്പിൾ. ഞാൻ ബിസിയൊന്നുമല്ല. ഐ ആം ടോട്ടലി ഫ്രീ. സോ ഇനി എന്താ വേണ്ടേ? എനിക്കൊരു 2 മണിക്ക് തിരിച്ചു പോയാൽ മതി. എന്ത് വേണേലും ആവാം. പണ്ടൊരിക്കൽ ഞാൻ OLX പോസ്റ്റ് ചെയ്തൊരു റിസോർട്ട് ഓർമ്മയുണ്ടോ? വിച്ച് വൺ? നിറയെ മരങ്ങളൊക്കെ ഉള്ള, മുന്നിലൊരു പുഴ, പുഴയ്ക്കപ്പുറം കാട്. എപ്പോഴെങ്കിലൊക്കെ അവിടെ വരണമെന്ന് കമല എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓ യാ, ഐ റിമെമ്പർ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് അങ്ങോട്ട് പോയാലോ? നല്ല ബീഫ് ഫ്രൈ ഒക്കെ വെച്ച് ഒരു ഉഗ്രൻ ഊണി ഞാൻ ഓഫർ ചെയ്യും. ബീഫ് ഇഷ്ടമുള്ള ഫുഡ് എന്നല്ലേ പറഞ്ഞു. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം, പോവാം. പക്ഷേ 2 മണിക്ക് എന്നെ ബസ് സ്റ്റാൻഡിൽ വിടണം. പിന്നെന്താ, 2 മണിയാവാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. വരും. ഇതാണ് സ്ഥലം. റിസോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എൻ്റെ 2 ഫ്രണ്ട്സ് 1 കൊല്ലം മുന്നേ വാങ്ങിച്ചത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റീഓപ്പൺ ചെയ്യണോ അതിന് വിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായി. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുക. ഓ ഓക്കെ. ഇഷ്ടപ്പെട്ടോ? പിന്നെ കം, ഐ ഷോ യു അറൗണ്ട്.